കൃഷ്ണ കേൾക്കാൻ മാധവി. നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിന്റെ ഡിസയർ ട്രീയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ഡിസയർ ട്രീയുടെ ബ്രാഞ്ചിന് ശാഖകള് ഉപശാഖകളൊക്കെ ഉണ്ട്. നിത്യാനന്ദ പ്രഭുവിന്റെ മകൻ വീരഭദ്ര ഗോസ്വാമി ആണ് അതിന്റെ ആ മെയിൻ ബ്രാഞ്ചിന്റെ ശാഖ എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നീട് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് നിത്യാനന്ദ പ്രഭുവിന്റെ ബ്രാഞ്ചസിന്. ഏകദേശം 75 ബ്രാഞ്ചോളം നമുക്ക് അതിന്റെ പേരുകൾ നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലും ചൈതന്യ ഭാഗവതത്തിലും ഒക്കെ കാണാൻ സാധിക്കും. അതൊന്നുമല്ല, ധാരാളം ഫോളോവേഴ്സ് ആണ് നിത്യാനന്ദ പ്രഭുവിന്റെ ഡിസയർ ട്രീയില്. അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ ഡിസൈപ്പിൾസ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അതുപോലെ ഉണ്ട്. അതിന് കാരണം വീരഭദ്രന്റെ ആ മേഴ്സിയാണ്. വീരഭദ്രൻ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആ ഭഗവാന്റെ മേഴ്സി കൊണ്ടാണ് ഇത്രയും ഡിസൈപ്പിൾസ് ആ ഡിസൈർ ട്രീയില് ഉണ്ടാവാനുള്ള കാരണം. എല്ലാവരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും ഒക്കെ തിരുനാമം ലോകമെമ്പാടുമുള്ളവര് ജപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്, വീരഭദ്രന്റെ ആ മേഴ്സി കൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ 2-3 പാസ്റ്റ് ടൈംസ് കൂടി നമുക്കിന്ന് നോക്കാം. ഉദ്ധാരണ ദത്തയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. 12 ഗോപാലന്മാരിൽ ഒരാളാണ് ഉദ്ധാരണ ദത്ത. ഉദ്ധാരണ ദത്ത ആരായിരുന്നു എന്ന് പറയാമോ? ഗോലോകത്തിലെ ആരായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ഞാനതൊക്കെ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കി പറഞ്ഞാ മതി. ആരായിരുന്നു ഉദ്ധാരണ ദത്ത? സുബാഹു ആയിരുന്നു ഉദ്ധാരണ ദത്ത. ഉദ്ധാരണ ദത്ത സപ്തഗ്രാം നിവാസിയാണ്. സപ്തഗ്രാമിലുള്ളവരൊക്കെ സുവർണ വണിക്കകളാണ്, അതായത് ഗോൾഡ് മർച്ചന്റ്സ് ആണ്. അപ്പൊ ഈ ഗോൾഡ് മർച്ചന്റ്സിനെയൊക്കെ അന്ന് നീച ജാതിയിൽപ്പെട്ടവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ സപ്തഗ്രാമിലുള്ളവരെല്ലാം തന്നെ ഈ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതിലെ ഉദ്ധാരണ ദത്തയും ഈ സ്വർണ്ണ വണിക്കാണ്. അദ്ദേഹം നീച ജാതിയിൽപ്പെട്ടവനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ മഹാഭക്തനായിരുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു ഉദ്ധാരണ ദത്ത. അപ്പൊ ഉദ്ധാരണ ദത്ത ഉണ്ടാക്കുന്ന പ്രസാദം ഭക്ഷിക്കാന് നിത്യാനന്ദ പ്രഭുവിന് വളരെയധികം താല്പര്യമായിരുന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭു സപ്തഗ്രാമിൽ വന്ന ഉദ്ധാരണ ദത്തയുടെ ഭവനത്തില് കുറെ നാള് താമസിച്ചിട്ട് സപ്തഗ്രാം നിവാസികളെ ഒക്കെ കൃഷ്ണ ഭക്തരാക്കി മാറ്റി. അവരെ കൊണ്ടൊക്കെ ഭഗവാന്റെ തിരുനാമം ജപിപ്പിച്ചു. അപ്പൊ ഇതില് അവിടെയുള്ള ഒരു ബ്രാഹ്മണന് വളരെയധികം അസൂയ തോന്നി. എല്ലാവരും ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു. അദ്ദേഹത്തിന് അസൂയ തോന്നിയിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ അടുക്കൽ വന്നു. നിത്യാനന്ദ പ്രഭുവിനെ ഒന്ന് എന്താ പറയുക, നമ്മള് കൊച്ചാക്കണമെന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് ഉദ്ധാരണ ദത്തയുടെ ഭവനത്തിൽ വന്നു. അപ്പം നിത്യാനന്ദ പ്രഭു അവിടെ ഉണ്ട്. നിത്യാനന്ദ പ്രഭുവുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടു. ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. അപ്പം നിത്യാനന്ദ പ്രഭുവിന് ഇദ്ദേഹത്തെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷെ നിത്യാനന്ദ പ്രഭു അത് ചെയ്തില്ല. അദ്ദേഹം സംവാദത്തിൽ ഏർപ്പെട്ട സംവാദം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. അപ്പോഴേക്കും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പം ഉദ്ധാരണ ദത്ത നിത്യാനന്ദ പ്രഭുവിനെയും ഇദ്ദേഹത്തെയും വിളിച്ചു പ്രസാദം ഭക്ഷിക്കാനായിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു മടി. കാരണം എന്താ? ഉദ്ധാരണ ദത്ത നീച്ച ജാതിയിൽപ്പെട്ടവനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഭവനത്തിൽ നിന്ന് എങ്ങനെ ഭഗവാന്റെ പ്രസാദം ഭക്ഷിക്കുമെന്നൊരു തോന്നലായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പം ഇത് മനസ്സിലാക്കി നിത്യാനന്ദ പ്രഭു പറഞ്ഞു, വരൂ ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ വാക്കുതർക്കം തുടരാം. അപ്പം മനസ്സോടെയാണെങ്കിലും അദ്ദേഹം നിത്യാനന്ദ പ്രഭു പറഞ്ഞതുകൊണ്ട് പോയി സ്നാനമൊക്കെ കഴിഞ്ഞ് വന്ന് പ്രസാദം ഭക്ഷിക്കാനായിട്ടിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആരാണ് കുക്ക് ചെയ്തത് എന്ന്. അപ്പൊ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഉദ്ധാരണ ദത്ത അല്ലാതെ വേറെ ആരാ കുക്ക് ചെയ്യുക? അദ്ദേഹം നല്ലൊരു കുക്കാണ്, ഭഗവാന്റെ പ്രസാദം നല്ല രീതിയിൽ ഉണ്ടാക്കും, വളരെ ടേസ്റ്റ് ആണ് എന്നൊക്കെ പുകട്ടി പറഞ്ഞു ഉദ്ധാരണ ദത്തയെ പറ്റി. ഈ ബ്രാഹ്മണൻ ഇത് ഇഷ്ടപ്പെട്ടില്ല.
അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഭക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പൊ നിത്യാനന്ദ പ്രഭു പെട്ടെന്ന് കോപിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ദേഷ്യം വന്നു എങ്കിലും അദ്ദേഹം ഇത് ഭഗവാന്റെ പ്രസാദമാണ്, പ്രസാദത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ എന്നിട്ടൊന്നും അദ്ദേഹം അത് ഭക്ഷിക്കാന് തയ്യാറായില്ല. അപ്പൊ പറഞ്ഞു, പ്രസാദം ആരുണ്ടാക്കുന്നു എന്നല്ല നോക്കേണ്ടത്, അത് ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ്. അപ്പൊ പ്രസാദം ഉണ്ടാക്കുന്ന ആള് തീർച്ചയായിട്ടും ഒരു ഭക്തനായിരിക്കും. ഉദ്ധാരണദത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശുദ്ധ ഭക്തനാണ്, ശുദ്ധ വൈഷ്ണവനാണ്. അപ്പൊ ഒന്നും ആലോചിക്കേണ്ട, അങ്ങ് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അവിടെ ഇരുന്ന് പ്രസാദം ഭക്ഷിക്കാനായിട്ട് അവിടെ ഇരുന്നു. അപ്പം നോക്കിയപ്പോ ആരാണ് പ്രസാദം വിളമ്പുന്നത്? ഉദ്ധാരണദത്തയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ വീണ്ടും ഇദ്ദേഹത്തിന്റെ ദേഷ്യമായി. അദ്ദേഹം അവിടുന്ന്, എനിക്ക് വേണ്ട, ഇദ്ദേഹമാണ് വിളമ്പുന്നതെങ്കിൽ ഞാൻ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങി. അപ്പൊ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഉദ്ധാരണദത്തയോട് പറഞ്ഞു, നമ്മള് കറികളൊക്കെ വിളമ്പുന്ന, ചോറൊക്കെ വിളമ്പുന്ന കയ്യിലുണ്ടല്ലോ തവി, അത് തരാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ പിടിയുണ്ട്. ആ പിടി ഒടിച്ചിട്ട് നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഉദ്ധാരണദത്തയുടെ വീട്ടുമുറ്റത്ത് അത് കുഴിച്ചു നട്ടു. അത് നട്ടു. എല്ലാവരും അത് നോക്കി നിൽക്കാൻ നിമിഷ നേരം കൊണ്ട് അത് വളർന്ന് പടർന്നു പന്തലിച്ച് ഒരു വലിയ ചെടിയായിട്ട് മാറി. വൃക്ഷമല്ല, ഒരു പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു ചെടി. അതിൽ നിറയെ നല്ല സുഗന്ധമുള്ള പൂക്കളും ഉണ്ട്. ആ ചെടിയുടെ പേര് മാധവീലത എന്നാണ്. അത് ഇന്നും നമുക്ക് ഈ സപ്തഗ്രാമിലെ ഉദ്ധാരണദത്തയുടെ സമാധി അവിടെയാണ്, ഉദ്ധാരണദത്തയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നും ആ ചെടി കാണാൻ സാധിക്കും. അപ്പൊ നിമിഷ നേരം കൊണ്ട് എല്ലാവരും നോക്കി നിൽക്കെ ആ ചെടി വളർന്ന് പന്തലിച്ച് നിറയെ പൂക്കളുമായി നല്ല സുഗന്ധവും പരക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഉദ്ധാരണദത്തയുടെ ഡിവോഷൻ അത്ര ശക്തമാണ്. മഹാപ്രഭുവിനോട്, നിത്യാനന്ദ പ്രഭുവിനോടുള്ള ഡിവോഷൻ വളരെ ശക്തമായത് കൊണ്ടാണ് ഇങ്ങനെ ആ ചെടി പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിച്ച് നല്ല സൗരഭ്യമുള്ള പൂക്കള് ഉണ്ടായത്. അപ്പൊ ഇത് കണ്ടപ്പോൾ ആ ബ്രാഹ്മണന് കുറ്റബോധം തോന്നി. ഞാന് ഒരു നിസ്സാരനാണ് എന്ന് വിചാരിച്ച ആള് ഉന്നത വൈഷ്ണവനാണ്, ഉത്തമ ഭക്തനാണല്ലോ എന്ന് കരുതി അദ്ദേഹത്തിന് പെട്ടെന്ന് സങ്കടം വന്ന് കരഞ്ഞുകൊണ്ട് ഹരിബോൽ ഹരിബോൽ എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്ധാരണദത്ത ഠാക്കൂറിനെ ദണ്ഡ നമസ്കാരം ചെയ്യുകയും ആ മുറ്റത്ത് ആ മണ്ണിൽ വീണ് കിടന്ന ഉരുണ്ട മണ്ണെല്ലാം തന്റെ ശരീരത്തിലും തലയിലും ഒക്കെ പുരട്ടി. എന്നിട്ട് പറഞ്ഞു, വിശപ്പ്, ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നത് കൊണ്ട് വിശപ്പ് മാറും. പക്ഷേ ഒരു ശുദ്ധഭക്തന്റെ ആ പ്രേമമാകുന്ന വിശപ്പ് മാറ്റാനും എന്തിന് സാധിക്കും? ഭഗവാന്റെ പ്രസാദത്തിന് കഴിവുണ്ട് എന്ന് അദ്ദേഹം സ്വയം അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അദ്ദേഹം പിന്നീട് ഉത്തമ ഭക്തനായിട്ട് മാറുകയാണ് ചെയ്തത്. അതുപോലെ പിന്നീട് ഒരിക്കല് അദ്വൈതാചാര്യര് നിത്യാനന്ദ പ്രഭുവിനെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പ്രസാദം ഭക്ഷിക്കാനായിട്ട് ക്ഷണിച്ചു. അദ്വൈതാചാര്യര് മഹാപ്രഭുവിന്റെ അനുയായികളെ എല്ലാം തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും. സീതാ ഠാക്കുറാണിയും അദ്വൈതാചാര്യരും കൂടി ധാരാളം പ്രസാദം ഉണ്ടാക്കുകയും ചെയ്യും. അതെല്ലാം മഹാപ്രഭുവിനെ കൊണ്ടും അനുയായികളെ കൊണ്ടും ഭക്ഷിപ്പിക്കുകയും ചെയ്യും. നമുക്കതെല്ലാം ചൈതന്യ ചരിതാമൃതത്തിൽ നമുക്ക് കാണാമത്. അപ്പൊ അതേപോലെ നിത്യാനന്ദ പ്രഭുവിനെയും വിളിച്ചു. സീതാ ഠാക്കുറാണിയും അദ്വൈതാചാര്യരും കൂടിയിട്ട് നിറയെ പ്രസാദം ഉണ്ടാക്കി. പല വെറൈറ്റി കറികള്, ഇതിന്റെയൊക്കെ റെസിപ്പി നമുക്ക് ചരിതാമൃതത്തിലുണ്ട്. പല പല പേരുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും, പല വിഭവങ്ങളുടെയും. അപ്പൊ അങ്ങനെ പല വിഭവങ്ങൾ ഉണ്ടാക്കി ചോറ് തയ്യാറാക്കി അത് ഭഗവാൻ ഓഫർ ചെയ്തു. എന്നിട്ട് നിത്യാനന്ദ പ്രഭുവിനെ ഭക്ഷിക്കാനായിട്ട് ഇരുത്തി. അദ്വൈതാചാര്യർ അടുത്തിരുന്നു കൊണ്ട് നിത്യാനന്ദ പ്രഭുവിനെ വിളമ്പി കൊടുക്കുകയും ചെയ്യുകയാണ്. നിത്യാനന്ദ പ്രഭു അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഇടയില് അദ്വൈതാചാര്യര് ധാരാളം തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട് നിത്യാനന്ദ പ്രഭുവിനെ. അപ്പൊ അങ്ങനെ തമാശ പറയുന്നതിൻ്റെ ഇടയില് നിത്യാനന്ദ പ്രഭുവിനെ കളിയാക്കാനും തുടങ്ങി. ആര്? അദ്വൈതാചാര്യര്. അപ്പൊ പറഞ്ഞു, അവിടുന്ന് ഒരു അവധൂതനാണ്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനാണ്.
അതുപോലെ തന്നെയുമല്ല ഭ്രാന്തനെ പോലെ അദ്ദേഹം പെരുമാറുകയും ചെയ്യുന്നു. അപ്പം അങ്ങ് ഇങ്ങനെ ഞാനാണെങ്കിൽ ഒരു ബ്രാഹ്മണനാണ്, അങ്ങേക്ക് ജാതിയോ മതമോ ഒന്നുമേ ഇല്ല. ഏത് ജാതിയാണ് ഏത് മതമാണെന്ന് ആർക്കറിയാം? എനിക്കറിയില്ല ഒന്നും. ഒരു ഭ്രാന്തനാണ് അവിടുന്ന് എന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിത്യാനന്ദ പ്രഭുവിനെ കളിയാക്കുകയാണ്. അപ്പൊ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോള് ഭക്ഷിക്കുന്ന ചോറ് എടുത്തിട്ട് അദ്വൈതാചാര്യന്റെ നേരെ അത് എറിയാൻ തുടങ്ങി. ശരീരത്തിലേക്ക് ആ ചോറ് വാരി എറിയാൻ തുടങ്ങി. ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ, ഒരു കുട്ടികളാണെങ്കിൽ ഇമാതിരി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? അപ്പൊ പ്രത്യേകിച്ച് വലിയ ഒരു മുതിർന്ന ഒരാൾ ചെയ്താലോ നമുക്കപ്പം ഒരു സംശയവും വേണ്ട, നമ്മൾ ദേഷ്യപ്പെടും, ഇല്ലേ? പക്ഷേ അദ്വൈതാചാര്യര് ദേഷ്യഭാവമേ കാണിച്ചില്ല. അദ്ദേഹത്തിന് അല്പം പോലും ദേഷ്യം വന്നില്ല. അതിന് പകരം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അത് എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അങ്ങ് ഓൾറെഡി ഭ്രാന്തനാണ്. അതുപോലെ എന്നെയും ഭ്രാന്തനാക്കാനാണ് അങ്ങ് ഇമാതിരി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഒന്നുമല്ലെങ്കിൽ ആ ചോറ് ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ്. അതെന്റെ ശരീരത്തിൽ വീണത് കൊണ്ട് ഞാന് എൻ്റെ ഉള്ളിലെ പാപങ്ങളെല്ലാം പോയി ഞാനൊരു പരിശുദ്ധാത്മാവായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് ഞാനത് ആ ഉച്ഛിഷ്ടം ഞാൻ എടുത്ത് ഭക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിൽ 1-2 വറ്റെടുത്തിട്ട് അദ്വൈതാചാര്യര് വായിലിട്ടു. അപ്പൊ പറഞ്ഞു, ഭഗവാന്റെ ഭക്ഷണമാണ്, പ്രസാദമാണ്, ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ്, അതൊരിക്കലും പാഴാക്കേണ്ട കാര്യമില്ല, എപ്പൊ കിട്ടിയാലും അത് കഴിക്കണം. അത് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായാലും അല്ലെങ്കിൽ ഒരു മ്ലേച്ഛനായാലും ചണ്ടാലനായാലും ഈ നായമാംസം ഭക്ഷിക്കുന്നവനായാലും ഭഗവാന്റെ പ്രസാദം തന്നു ആ നിമിഷം നമ്മളത് കഴിക്കണം. അത് അടുത്ത നിമിഷത്തേക്ക് അല്ലെങ്കിൽ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കരുത്. ഒരിക്കല് ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ ദർശനം എടുത്തിട്ട് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യില് ജഗന്നാഥന്റെ പ്രസാദം ഉണ്ടാവും. അത് ദിവസവും ഹരിദാസ് ഠാക്കൂറിനെ കൊണ്ടുകൊടുക്കും. അതുപോലെ സാർവഭൗമ ഭട്ടാചാര്യർക്കും കൊടുക്കും. അപ്പൊ ഒരു ദിവസം ജഗന്നാഥന്റെ പ്രസാദവുമായിട്ട് അത് രാവിലെ സാർവഭൗമ ഭട്ടാചാര്യരുടെ ഭവനത്തിൽ കയറി ചെല്ലുകയാണ്. അപ്പൊ ഭട്ടാചാര്യനാണെങ്കിലും എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പൊ മഹാപ്രഭു അടുത്ത് ചെന്ന് കട്ടിലിൽ അവിടെ ഇരുന്നിട്ട്, സാർവഭൗമ, നീ എന്താണ് ഇപ്പൊ കിടന്നുറങ്ങുന്നത്? നീ എഴുന്നേൽക്കതെ, ജഗന്നാഥന്റെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഭക്ഷിക്കൂ. ജഗന്നാഥന്റെ പ്രസാദം എന്ന് കേട്ടപ്പോഴേ ഭട്ടാചാര്യൻ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് ഉറക്കപ്പിച്ചയിലാണെങ്കിലും ആ പ്രസാദം വാങ്ങിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോ മഹാപ്രഭു പറഞ്ഞു, നീ എന്താ ഈ കാണിച്ചത്? ഇത് ജഗന്നാഥന്റെ പ്രസാദമാണ്. അത് നീ കുളിച്ചില്ല, പല്ല് തേച്ചില്ല, ഒന്നുമില്ല, അത് കിട്ടിയ പാടെ അത് കഴിച്ചു, അത് അപരാധമാവില്ലേ? അപ്പൊ ഭട്ടാചാര്യര് പറഞ്ഞു, ഇതെങ്ങനെ അപരാധമാവും? ഞാൻ കഴിച്ചത് ഭഗവാന്റെ പ്രസാദമാണ്, അതും ജഗന്നാഥന്റെ പ്രസാദമാണ്. അത് കഴിച്ചില്ലെങ്കിലാണ്, അത് കിട്ടിയപടിയെ ഞാനത് കഴിച്ചില്ലെങ്കിലാണ് അത് അപരാധമാകുക. അതുകൊണ്ട് നമ്മള് ഭഗവാന്റെ പ്രസാദം നമുക്ക് എപ്പോ കിട്ടിയാലും ആര് തന്നാലും നമ്മൾ ആ നിമിഷം അത് വാങ്ങിച്ച് കഴിക്കണം. അത്രയ്ക്കാണ് പ്രസാദത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ പ്രസാദം ആര് തന്നാലും അതൊരിക്കലും മലിനമാകുന്നില്ല. ആ പ്രസാദം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്. അതിന്റെ ആ പ്യൂരിറ്റി, ശുദ്ധത അല്ലെങ്കിൽ അതിന്റെ വിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടില്ല. ഭഗവാൻ കഴിച്ചു കഴിഞ്ഞാൽ അത് മഹാപ്രസാദമായി. അതുപോലെ ശുദ്ധ വൈഷ്ണവര്, നിത്യാനന്ദ പ്രഭു ഗുരുവാണ്, ശുദ്ധ വൈഷ്ണവനാണ്. തമാശയായിട്ടാണെങ്കിലും അദ്വൈതാചാര്യരുടെ നേരെ എറിഞ്ഞു കൊടുത്തത് ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ്. നിത്യാനന്ദ പ്രഭു ഭക്ഷിച്ചതിന്റെ ഉച്ഛിഷ്ടമാണ് അദ്വൈതാചാര്യർക്ക് കിട്ടിയത്. അപ്പൊ അദ്വൈതാചാര്യർ അത് പവിത്രമായിട്ട് കരുതി അത് ഉടൻ തന്നെ അതിൽ നിന്ന് കുറച്ച് വറ്റെടുത്ത് ഭക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് എന്താ പറയേണ്ടത്? പ്രസാദം എന്നല്ല, മഹാപ്രസാദം എന്നാണ് പറയുക. ഇപ്പൊ നമ്മളുടെ ഗുരു മഹാരാജന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയാല് നമ്മൾ അത് ഒട്ടും സംശയിക്കാതെ അത് അപ്പോൾ തന്നെ വാങ്ങി കഴിക്കണം. കാരണം എന്താ? ഭഗവാന്റെ പ്രസാദത്തിനെക്കാട്ടിലും മഹത്വമാണ് നമ്മളുടെ ആചാര്യന്റെ പ്രസാദത്തിന്. അത് മഹാപ്രസാദം എന്നാണ് നമ്മൾ പറയുക. ആ മഹാപ്രസാദം എപ്പോൾ എവിടെ ആര് തന്നാലും ഒരു പൊടിയേ ഉള്ളുവെങ്കിലും നമ്മളത് അപ്പോൾ തന്നെ വായിലിടണം. അപ്പൊ അത് മതി നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ, നമ്മളെ ശുദ്ധരാക്കാൻ. ഒരു ശുദ്ധ വൈഷ്ണവന്റെ പ്രസാദത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതിനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മഹത്വമുണ്ട്. അപ്പം നമ്മള് പ്രസാദത്തെ
നമ്മൾ ഒരു സാധാരണ ഭക്ഷണമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അത് നമുക്ക് അപരാധമായിട്ട് മാറും. അല്ല, ഇത് ഭഗവാന്റെ പ്രസാദമാണ് അല്ലെങ്കിൽ ഗുരുവിന്റെ ഉച്ഛിഷ്ടമാണ്, അത് പ്രസാദമാണ് എന്ന് കണക്കാക്കിയാല് അത് നമ്മൾ ഉടനെ തന്നെ അത് ഭക്ഷിച്ചു കഴിഞ്ഞാല് അത് നമ്മളുടെ പ്യൂരിഫിക്കേഷന് ഇടയാകും. പിന്നീട് ഒരിക്കല് നിത്യാനന്ദ പ്രഭുവും മഹാപ്രഭുവും അനുയായികളെല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂടി സങ്കീർത്തനം ചെയ്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ആ സമയത്ത് മഹാപ്രഭുവിന് അവിടെ പുഴ കണ്ടപ്പോൾ കുളിക്കാനായിട്ട് തോന്നി. കുളിക്കാൻ ഇറങ്ങി. അപ്പൊ കയ്യില് ഒരു ദണ്ടുണ്ട്. നമുക്ക് വൈഷ്ണവ സന്യാസികള് ത്രിദണ്ഡി സന്യാസികളാണ്. മായാവാദി സന്യാസികളിലെ അവരുടെ കയ്യിൽ ദണ്ടുണ്ടെങ്കിലും ഒരൊറ്റ ദണ്ടാണ്, ഒരു വടിയാണ്. അതേസമയം ഇസ്കോണിലെ വൈഷ്ണവ, അത് ഏത് വൈഷ്ണവ സന്യാസിയാണെങ്കിലും ത്രിദണ്ഡി സന്യാസിയാണ്. അതായത് സന്യാസ ദീക്ഷ എടുത്തു കഴിഞ്ഞാല് മനസാ വാച കർമ്മണ, അതായത് BMW പറയാം അല്ലേ, ബോഡി മൈൻഡ് ആൻഡ് വേർഡ്സ്, മനസാ വാച കർമ്മണ ഭഗവാന്റെ സേവനത്തിനായിട്ട് എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു എന്നവിടെ പ്രതിജ്ഞ എടുക്കുകയാണ്. ആ പ്രതിജ്ഞയെ സൂചിപ്പിക്കുന്നതാണ് ആ ദണ്ട്. അപ്പൊ മനസാ വാച കർമ്മണ ഈ 3 പദങ്ങളെ സൂചിപ്പിക്കാനാണ് 3 ഭാഗങ്ങളാണ് വൈഷ്ണവ സന്യാസിമാരുടെ വടിക്ക്. അപ്പം ഇത് മഹാപ്രഭു കയ്യിലുണ്ടാവും. ചിലപ്പോൾ മിക്കവാറും ആരെങ്കിലും പിടിക്കുക. കാരണം മഹാപ്രഭു കീർത്തനം ചെയ്ത് ഉന്മത്തിനായിട്ട് യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ കൂടെ അനുയായികളുണ്ടാവും, അവരാരെങ്കിലുമാണ് ആ ദണ്ട് പിടിക്കുക. അപ്പൊ ജഗദാനന്ദ പണ്ഡിറ്റാണ് മിക്കപ്പോഴും ആ ദണ്ട് പിടിക്കുക. അപ്പൊ അന്നത്തെ ദിവസം ജഗദാനന്ദ പണ്ഡിറ്റിന് വേറെ എന്തോ ആവശ്യത്തിന് പോകേണ്ട കാരണം അത് നിത്യാനന്ദ പ്രഭുവിനെ ഏൽപ്പിച്ചു. എല്ലാവർക്കും നിത്യാനന്ദ പ്രഭുവിന്റെ സ്വഭാവം അറിയാം. എപ്പോഴാണ് അടുത്ത നിമിഷം എന്താ ചെയ്യുക, എന്താ പറയുക, എങ്ങനെ പെരുമാറും എന്നൊന്നും ഒരു പിടിയുമില്ലാത്ത ഒരാളാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അവിടുന്ന് ഈ വടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, ഇത് മഹാപ്രഭുവിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ ജഗദാനന്ദ പണ്ഡിറ്റ് പോയി. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ കയ്യില് ഈ വടി ഇരിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ വടി കയ്യിലെടുത്തിട്ട് തിരിച്ചു മറിച്ചും ഇങ്ങനെ നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. നിത്യാനന്ദ പ്രഭു അങ്ങനെയാണ്. ആ ഭക്തിയുടെ ഉന്മാദ ലഹരി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭ്രാന്തൻ എങ്ങനെ പെരുമാറും അതേപോലെ പെരുമാറും. ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ പൊട്ടിക്കരയും, ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അവിടെ ഓളത്തില്, ഗംഗയുടെ ഓളം എന്ന് വെച്ചാൽ അതിശക്തമാണ്, ഓളത്തില് നീന്തി കളിക്കും. ഇങ്ങനെ പല എന്താ പറയുക വികൃതികളും കാണിക്കും നിത്യാനന്ദ പ്രഭു. ഇതെല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവർക്കും പേടിയായി. ഈ ഭക്തിയുടെ ലഹരി മൂത്ത് ആ ദണ്ടിന് എന്തെങ്കിലും പറ്റുമോ എന്ന് എല്ലാവരും ഭയന്നു. അപ്പൊ എല്ലാവരും നോക്കി നിൽക്കെ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു, ആ ദണ്ഡ 3ആയിട്ട് ഒടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ പുഴയിൽ തന്നെ അത് ചെന്നു വീണു. അപ്പം എല്ലാവർക്കും പേടിയായി. കാരണം എന്താ, ഇത് മഹാപ്രഭു കയറി വരുമ്പം ചോദിക്കും എവിടെ ദണ്ഡെന്ന്. അപ്പൊ എന്തു മറുപടി പറയും? എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. നിത്യാനന്ദ പ്രഭു ഒരു കൂസലും ഇല്ലാതെ ഒന്നും അറിയാത്ത മട്ടില് അവിടെ ദൂരെ മാറിപ്പോയി നിന്ന് എന്തോ നോക്കി നിൽക്കുന്ന മാതിരി അവിടെ നിൽക്കുകയാണ്. അപ്പൊ മഹാപ്രഭു കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നു, വസ്ത്രമൊക്കെ മാറ്റി. അപ്പം ചോദിച്ചു എന്റെ ദണ്ഡ് എവിടെ? അപ്പൊ ജഗദാനന്ദ പണ്ഡിതനുണ്ടോ അവിടെ? ഇല്ല. അപ്പൊ ചോദിച്ചു ഞാൻ ജഗദാനന്ദ പണ്ഡിതനെയാണല്ലേ ഏൽപ്പിച്ചത്, അത് എവിടെ പോയി, അവൻ എവിടെ? അപ്പൊ പറഞ്ഞു അത് ജഗദാനന്ദ പണ്ഡിതൻ ഒരാവശ്യത്തിന് പോയിരിക്കുകയാണ്, അത് നിത്യാനന്ദ പ്രഭുവിനെ ഏൽപ്പിച്ചു, അദ്ദേഹം അത് ഒടിച്ചു കളഞ്ഞു, 3ആയിട്ട് ഒടിച്ച് ദൂരെ എറിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടത് മഹാപ്രഭുവിന് വളരെയധികം ദേഷ്യം വന്നു. പക്ഷേ നിത്യാനന്ദ പ്രഭു അങ്ങനെ ചെയ്യണമെങ്കിൽ ആരുടെ പ്രേരണ ഉണ്ടാവും? ഭഗവാന്റെ പ്രേരണ ഉണ്ടാവും, മഹാപ്രഭുവിന്റെ പ്രേരണ അതിൽ ഉണ്ടാവും. ഇല്ലാതെ നിത്യാനന്ദ പ്രഭു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിത്യാനന്ദ പ്രഭുവിനെ വിളിച്ചു. എന്താ നിത്യാനന്ദ നീ കാണിച്ചത്? എന്റെ വടി നീ എന്തിനാണ് ഒടിച്ചു കളഞ്ഞത്? അത് ശരിയായില്ല. മഹാപ്രഭു ദേഷ്യഭാവത്തിൽ അവിടെ നിന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭു ഒന്നുമേ മറുപടി പറയുന്നില്ല. നീ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ എന്നായി മഹാപ്രഭു. നിത്യാനന്ദ പ്രഭു ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അപ്പം നിത്യാനന്ദ പ്രഭു എന്താണ് പിന്നീട് പറഞ്ഞത്? ഞാൻ ഉള്ളപ്പോൾ ഇതിന് ആചാര്യന്മാര് പലതരത്തിൽ ഇതിന് മറുപടി തരുന്നുണ്ട്. ഒരു ആചാര്യൻ പറയുന്നത് നിത്യാനന്ദ പ്രഭു കൂടെയുള്ളപ്പോൾ മഹാപ്രഭുവിന് ഒരു വടിയുടെ ആശ്രയമില്ല. കാരണം നിത്യാനന്ദ പ്രഭു ആരാണ്? ബലരാമനാണ് അല്ലേ? കൃഷ്ണ ബലരാമന്മാരെ നമുക്കറിയാം. എപ്പോഴും ആരുണ്ടാവും കൂടെ? ബലരാമൻ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ഉണ്ടാവും, എവിടെ പോയാലും ഉണ്ടാവും.
ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1-2 സന്ദർഭങ്ങളിൽ മാത്രമേ ബലരാമന് കൃഷ്ണനെ വിട്ട് നിന്നിട്ടുള്ളൂ. അപ്പോൾ എന്തിനും ഏതിനും സഹായത്തിന്, ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കാനും വാത്സല്യം കാണിക്കേണ്ടടുത്ത് വാത്സല്യം കാണിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആരാണ്? ബലരാമനാണ്. അപ്പൊ അതുപോലെയാണ് നിത്യാനന്ദ പ്രഭു മഹാപ്രഭു. നിത്യാനന്ദ പ്രഭു അതാണ് ചിന്തിച്ചത്, ഞാനുണ്ട് എല്ലാത്തിനും കൂടെ, ഇല്ലേ? മഹാപ്രഭുവിന് സേവനം ചെയ്യാന് ഞാനുണ്ട് എപ്പോഴും. പിന്നെ മഹാപ്രഭു എന്തിനാണ് ഈ വടി പിടിച്ച് നടക്കുന്നത്? അപ്പൊ നമ്മൾ ഇതിൽ നിന്നും ആ സേവനത്തിന്റെ, നിത്യാനന്ദ പ്രഭു സ്വയം ഭഗവാനാണ്, ബലരാമന്റെ വിസ്തരണമാണ്. അപ്പൊ സേവനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിലും അവിടെ സേവനത്തിന്റെ മഹത്വം എടുത്തു കാട്ടുകയാണ് നിത്യാനന്ദ പ്രഭു ചെയ്യുന്നത്. ഞാനുണ്ട് മഹാപ്രഭുവിനെ സേവിക്കാൻ എപ്പോഴും എപ്പോഴും. അപ്പൊ മഹാപ്രഭു എന്തിനാണ് ഈ വടി കൊണ്ട് നടക്കുന്നത്? പിന്നീട് വേറൊരു ആചാര്യൻ പറയുന്നു, നിത്യാനന്ദ പ്രഭു അങ്ങനെയല്ല ചിന്തിച്ചത്. പിന്നെയോ മഹാപ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, ഇല്ലേ? അങ്ങനെയുള്ള ഭഗവാന് സന്യാസ ദീക്ഷ എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. എടുത്തത് പോട്ടെ, ഈ ദണ്ട് പിടിച്ചു നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് വേറൊരു ആചാര്യൻ ഇതിന് സമാധാനം കണ്ടെത്തുന്നത്. ഇങ്ങനെ ആചാര്യന്മാര് പല രീതിയിൽ നിത്യാനന്ദ പ്രഭു ദണ്ഡ ഒടിച്ചതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിനെ തന്റെ ഹൃദയത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുകയാണ്. എന്തിനും ഏതിനും സഹായത്തിനായിട്ട് നിത്യാനന്ദ പ്രഭു കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഈ വടിയും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ ദണ്ഡ് ദൂരെ കളഞ്ഞത് എന്ന് പറയുന്നു. പക്ഷെ എന്തു തന്നെയാണെങ്കിലും മഹാപ്രഭുവിന്റെ പ്രേരണ കൂടാതെ നിത്യാനന്ദ പ്രഭു അതൊരിക്കലും ചെയ്യില്ല. അപ്പം നിത്തായി അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിനെ മനസ്സിലാക്കാന് നമുക്ക് ആർക്കും സാധിക്കില്ല. നിത്യാനന്ദ പ്രഭു അത്രയ്ക്ക് ഔന്നത്യത്തിലാണ് നിലനിൽക്കുന്നത്. ആ തലം നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് ആർക്കും തന്നെ സാധിക്കില്ല. ഭക്തിയുടെ ഉന്നത തലം എന്ന് പറഞ്ഞാല് ആ തലത്തിലാണ്. അതുപോലെ തന്നെ സേവനത്തിന്റെ കാര്യത്തിലും ഉന്നത തലത്തിലാണ്. രാധാറാണിയെ പോലെ തന്നെ നിത്യാനന്ദ പ്രഭുവും അനംഗമഞ്ചരിയായിട്ട് ഭഗവാനെ സേവിക്കുന്നുണ്ട്. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ആന്തരികമായിട്ടുള്ള ആ ഭാവം മനസ്സിലാക്കിയെടുക്കാന് നിത്യാനന്ദ പ്രഭുവിന് സാധിക്കും. അതായത് രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ, കൃഷ്ണ ബലരാമന്മാരെ പോലെ തന്നെ ശ്രീരാമന്റെ കൂടെ ലക്ഷ്മണൻ കാട്ടിലേക്കും പോയി, ഇല്ലേ? അപ്പൊ ഓരോ നിമിഷവും ശ്രീരാമന്റെ ഭാവം അറിഞ്ഞിട്ട് പെരുമാറാൻ ആർക്ക് സാധിച്ചു? ലക്ഷ്മണന് സാധിച്ചു. ഒരിക്കൽ പോലും ശ്രീരാമന് ലക്ഷ്മണനോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല. എല്ലാം അറിഞ്ഞറിഞ്ഞ് ആ ശ്രീരാമന് ഇഷ്ടമുള്ള രീതിയിൽ സേവനം ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെയാണ് നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിന്റെ ആ ഉള്ളറിഞ്ഞ് മഹാപ്രഭുവിനെ സേവിക്കാന് നിത്യാനന്ദ പ്രഭുവിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിത്യാനന്ദ പ്രഭു ചിന്തിച്ചത്, സ്വയം ഭഗവാനാണ്, ഇല്ലേ? ഭഗവാനെ മഹാപ്രഭുവിനെ എല്ലാം അറിയാം. അപ്പൊ ഈ ദണ്ഡ് പിടിക്കേണ്ട കാര്യം എന്താണ്? ഒരാവശ്യവുമില്ല എന്നാണ് നിത്യാനന്ദ പ്രഭു ചിന്തിച്ചത്. അപ്പൊ ജഗദാനന്ദ പണ്ഡിറ്റ് ഇത് അറിഞ്ഞു. ജഗദാനന്ദ പണ്ഡിറ്റ് ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം എന്താ പറയുക, ഒരു വെപ്രാളമായി. കാരണം എന്താ? മഹാപ്രഭു തന്നോട് ഇനി എങ്ങനെ പെരുമാറുന്ന ജഗദാനന്ദ പണ്ഡിറ്റിന് അറിയില്ല. കാരണം ആ ദണ്ഡ് ജഗദാനന്ദ പണ്ഡിറ്റിനെ ഏൽപ്പിച്ചിട്ടാണ് മഹാപ്രഭു സ്നാനത്തിനായിട്ട് ഇറങ്ങിയത്. പക്ഷേ അപ്പൊ ജഗദാനന്ദ പണ്ഡിറ്റ് നിത്യാനന്ദ പ്രഭുവിന്റെ നേരെ ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷെ ആ ശരിയായിട്ടുള്ള റീസൺ, കാരണം മഹാപ്രഭുവാണ് ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു ദേഷ്യം തോന്നേണ്ട കാര്യമേ ഇല്ല. അപ്പൊ നിത്യാനന്ദ പ്രഭു ഇതിനൊന്നുമേ മഹാപ്രഭുവിന്റെ അടുക്കല് മറുപടി പറഞ്ഞില്ല. മഹാപ്രഭുവിന് ദേഷ്യം വന്നു, പിന്നീട് സങ്കടവും വന്നു. പക്ഷെ മഹാപ്രഭു അത് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അറിയാം മഹാപ്രഭുവിന് നിത്യാനന്ദ പ്രഭു എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് മഹാപ്രഭുവിന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ആ ദണ്ഡ ഒടിച്ച സ്ഥലം ദണ്ഡഭംഗ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഒരിക്കല് മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ മിക്കവാറും വൃന്ദാവനത്തിലേക്ക് പോകാൻ താല്പര്യം കാണിച്ചിരുന്നു.
അപ്പം ഒക്കെ ആ സമയത്തൊക്കെ ഈ കൂടുള്ളവര് സ്വരൂപ ദാമോദരൻ, രാമാനന്ദ റായി, സാർവഭൗമ ഭട്ടാചാര്യരെ, പരമാനന്ദപുരി ഇവരെല്ലാം തടയും. ഇപ്പൊ പോകണ്ട, രഥോത്സവം കഴിയട്ടെ, രഥോത്സവം കഴിയുമ്പോൾ ഇവര് വേറെ ഏതെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ചു വെക്കും, വിടില്ല ഇവരെ. അപ്പം എന്ത് ചെയ്തു മഹാപ്രഭു ഒരു ദിവസം പറഞ്ഞു, ഇനി ആര് എന്നെ തടഞ്ഞാലും ശരി, ഞാൻ നാളെ വൃന്ദാവനത്തിലേക്ക് പോയിരിക്കും. അപ്പൊ ആരും ഒന്നും മിണ്ടിയില്ല. അവർക്ക് മനസ്സിലായി, കാരണം ഇത്രയും നാള് നമ്മൾ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു, ഇനി അത് വില പോവില്ല എന്ന് മനസ്സിലായി. അപ്പൊ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഇത് കേട്ട ഉടനെ നിത്യാനന്ദ പ്രഭു ആരോടും പറയാതെ അവിടെ നിന്നും ബംഗാളിലേക്ക് പോയി. ബംഗാളിലേക്ക്, അതായത് വൃന്ദാവനത്തിലേക്ക്, ജഗന്നാഥപുരിയിൽ നിന്നും വൃന്ദാവനത്തിലേക്കുള്ള യാത്രാ മാർഗത്തിലൂടെ സഞ്ചരിച്ചു. അപ്പൊ അവിടെ എല്ലാം ഈ പശുക്കളെ മേയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവര് ആ വഴിയിലൊക്കെ ഇങ്ങനെ പശുക്കളെ മേയാൻ വിട്ടിട്ട് അവര് ആ വഴിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിത്യാനന്ദ പ്രഭു ആ വഴിയിലേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, നാളെ ഒരു സന്യാസി വരും, അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തിരുനാമം ജപിച്ച് ഇങ്ങനെ ഭക്തിയുടെ ആ ഉന്നത തലത്തിലെത്തി ഉന്മത്തനായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുക. അദ്ദേഹത്തിന് സ്ഥലകാല ബോധമൊന്നും ഇല്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങളോട് ആരോടെങ്കിലും ഇത് വൃന്ദാവനത്തിലേക്കുള്ള വഴിയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതല്ല വഴി, ഇത് തെറ്റാണ്, നിങ്ങൾക്ക് വഴി തെറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബംഗാളിലേക്ക് പോകുന്ന റോഡ്, ആ വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്ന് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ പറഞ്ഞേൽപ്പിച്ചു. ആ വഴിവക്കത്തുള്ള വീട്ടിലുള്ളവരോടും പശുക്കളെ മേയ്ക്കുന്ന ആൾക്കാരോടും എല്ലാം പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് നിത്യാനന്ദ പ്രഭു ഒന്നും അറിയാതെ മഹാപ്രഭുവിന്റെ അടുക്കല് പുരിയിൽ വരികയും ചെയ്തു. അപ്പൊ അടുത്ത ദിവസം രാവിലെ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായി. അദ്ദേഹം തയ്യാറാകുക മാത്രമല്ല, ജഗന്നാഥന്റെ ദർശനം എടുത്തിട്ട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. അപ്പൊ ഇവരെല്ലാം പിന്നാലെ ഉണ്ട്. നമുക്കറിയാം മഹാപ്രഭുവിന് 8 അടിയാണ് ഉയരം. അപ്പൊ ഒരു കാല് മുന്നോട്ട് വെച്ചാൽ ആ കാല് എവിടെ ചെന്ന് നിൽക്കും? അപ്പൊ വളരെ വേഗം മഹാപ്രഭു നടന്നുപോയി. ഇവരെല്ലാം നല്ല ഉയരമുള്ളവരാണ്. നിത്യാനന്ദ പ്രഭുവിനും അത്രയും ഉയരമുണ്ട്. പക്ഷെ ഇവരൊക്കെ പിന്നിലാണ്. സങ്കീർത്തനം ചെയ്ത് മൃദംഗവും കരതാളവും ഒക്കെ ആയിട്ട് ഇവര് വളരെ ദൂരം പിന്നിലാണ്. അപ്പൊ മഹാപ്രഭു മുന്നോട്ട് നടന്ന് ആ ഉന്മത്തനായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് സംശയം തോന്നി, ഇത് തന്നെയാണോ വഴി എന്ന്. അപ്പം അവിടെ കണ്ടവരോടൊക്കെ ചോദിച്ചു. അപ്പം തലേ ദിവസം നിത്യാനന്ദ പ്രഭു പറഞ്ഞ് ഏൽപ്പിച്ചത് മാതിരി അവര് പറഞ്ഞു, ഇതല്ല, നിങ്ങൾക്ക് വഴി തെറ്റി, ആ കാണുന്നതാണ് വൃന്ദാവനത്തിലേക്കുള്ള റോഡ് വഴി എന്ന്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ബംഗാളിലേക്കുള്ള വഴിയാണ്. അപ്പൊ മഹാപ്രഭു പാവ ഇതൊന്നും അറിയാതെ അവര് ചൂണ്ടിക്കാണിച്ച വഴിയെ മഹാപ്രഭു കീർത്തനം ചെയ്ത് ഉന്മത്തനായിട്ട് നടക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ബംഗാളല്ലേ, അവിടെ ഗംഗാ നദിയുണ്ട്. അപ്പൊ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഗംഗാ നദി കണ്ടു. അപ്പൊ മഹാപ്രഭു എന്താ ചിന്തിച്ചത്? ഞാൻ വൃന്ദാവനത്തിലെത്തി, ഇത് യമുനയാണ് എന്ന് ധരിച്ചിട്ട് ആ ഗംഗാ നദിയിലേക്ക് എടുത്തു ചാടി. അപ്പൊ ആ സമയത്ത് അദ്വൈതാചാര്യർ ഒരു ബോട്ടില് അവിടെ ജലത്തിലെ മഹാപ്രഭു ഇങ്ങനെ സ്നാനം ചെയ്യുകയും തിരുനാമം ജപിക്കുകയും അവിടെ നീന്തി തുടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്വൈതാചാര്യർ ബോട്ടില് മഹാപ്രഭുവിന് ആ വസ്ത്രം മാറാനായിട്ട് പുതിയ സന്യാസ വേഷമൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് മഹാപ്രഭു കണ്ടു അദ്വൈതാചാര്യര് ബോട്ടിൽ വരുന്നത്. അപ്പൊ ചോദിച്ചു, അദ്വൈത നീ എന്താ ഇവിടെ, നീ വൃന്ദാവനത്തിൽ എപ്പോ എത്തി എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്വൈതാചാര്യർക്ക് മനസ്സിലാവുന്നത് പണി പാളിയല്ലോ എന്ന്. ഇനി എന്ത് ചെയ്യും? അപ്പൊ ഉടനടി അവരൊക്കെ ഉത്തമ ഭക്തരാണ്. ഉടനടി അദ്വൈതാചാര്യർ എന്തു പറഞ്ഞു? അങ്ങ് എവിടെയാണോ ഉള്ളത് അത് വൃന്ദാവനമാണ്, അവിടം വൃന്ദാവനമാണ് എന്നും മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാപ്രഭുക്ക് മനസ്സിലായി, ഇത് നിത്യാനന്ദ പ്രഭു എനിക്കിട്ട് വേല വെച്ചതാണ്, ഇത് വൃന്ദാവനമല്ല, ഞാൻ എത്തിയിരിക്കുന്നത് ബംഗാളിലാണ്. അപ്പൊ മഹാപ്രഭു ദേഷ്യപ്പെട്ട കരയ്ക്ക് കയറി. അപ്പോഴേക്കും ഇവരെല്ലാം എത്തിയപ്പോ അവരോടെല്ലാം ചൂടായി, ഭയങ്കരമായിട്ട് ചൂടായിട്ട് പറഞ്ഞു, ഇനി ആരും എന്നോടൊപ്പം വരണ്ട, നിങ്ങളെല്ലാം നിങ്ങളുടെ വഴിക്ക് പൊക്കോളൂ, ഞാൻ ഒറ്റയ്ക്കാണ് ഇനി സഞ്ചരിക്കുന്നത്, ആരും വരണ്ട എന്ന് പറഞ്ഞ് മഹാപ്രഭു ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി. പക്ഷെ പിന്നാലെ ഇവരെല്ലാം പതുക്കെ മഹാപ്രഭുവിന്റെ പിന്നാലെ വെച്ചു പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള ലീലകളാണ് നിത്യാനന്ദ പ്രഭുവും മഹാപ്രഭുവുമായിട്ട് നടത്തിയിരിക്കുന്നത്. പിന്നീട് ഒരിക്കല്
ഗോവർദ്ധനത്തിന്റെ അടുത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തനാണ്. എപ്പോഴും എപ്പോഴും നിത്യാനന്ദ പ്രഭുവിനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിത്യാനന്ദ പ്രഭുവിന്റെ നാമം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കഴിയുകയാണ്. എപ്പോൾ എനിക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ ദർശനം എടുക്കാൻ പറ്റും, എപ്പോൾ എനിക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ ദർശനം എടുക്കാൻ പറ്റും, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അദ്ദേഹത്തിന്റെ ഉള്ളില് നിത്യാനന്ദ പ്രഭുവിന്റെ സ്വഭാവങ്ങളെല്ലാം അറിയാം, അദ്ദേഹത്തിന് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളിൽ ഇങ്ങനെ ഓരോ നിത്യാനന്ദ പ്രഭുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ ഓർമ്മ വരും. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും ഉത്കണ്ഠയാണ്, എനിക്ക് എപ്പോൾ ദർശനം എടുക്കാൻ സാധിക്കും, എനിക്ക് എപ്പോൾ ദർശനം എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തിന് ഇങ്ങനെ വലം വെച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എവിടെ വെച്ചിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുക? അപ്പം നമുക്കറിയാം, ഭഗവാൻ ഭക്തരുടെ ഉള്ളറിഞ്ഞ് പെരുമാറും, ഇല്ലേ? ഭക്തവത്സലനാണ് ഭഗവാന്. ഭക്തർ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ എവർ റെഡിയാണ്, ഇല്ലേ? അപ്പൊ നിത്യാനന്ദ പ്രഭു ഇത് മനസ്സിലാക്കി. അപ്പൊ നിത്യാനന്ദ പ്രഭു വിചാരിച്ചു, ശരി, ഇദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ട് തന്നെ കാര്യം. പക്ഷെ നേരിട്ട് ദർശനം കൊടുത്തില്ല. നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു? ഗോവർദ്ധനത്തിനടുക്കൽ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് മാറി അവിടെ ഇരുന്നു. ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് അവിടെ ഒരു സ്ഥലത്ത് മാറി അവിടെ ഇരുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഗോവർദ്ധനത്തിന്റെ പ്രദർശനം വെച്ച് നിത്യാനന്ദ പ്രഭുവിനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ നടക്കുന്ന വഴിക്ക് ദൂരെ ഒരാളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു. അത് കണ്ടിട്ട്, അദ്ദേഹത്തെ കണ്ടിട്ട് ഈ ബ്രാഹ്മണന് അതി തേജസ്വിയായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി, ഏതോ ദിവ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹം അടുത്ത് ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ ശരീരത്തിൽ നിന്ന് അത്യധികമായിട്ടുള്ള തേജസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ആരായിരിക്കും എന്നിങ്ങനെ ചിന്തയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എന്തായാലും ശരി, ഞാൻ വീട്ടിൽ പോയിട്ട് പ്രസാദം എടുത്തിട്ട് വരാൻ, ഇദ്ദേഹത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയിട്ട് ധാരാളം പ്രസാദം കൊണ്ടുവന്നു. അതില് യോഗഹട്ട് ഉണ്ട്, പാലുണ്ട്, ചീസുണ്ട്, വെണ്ണയുണ്ട്, ഇങ്ങനെ പാല് കൊണ്ടുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ മുൻപില് നിരത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് ഭഗവാന്റെ പ്രസാദമാണ്, അങ്ങ് ദയവ് ചെയ്ത് ഇത് കഴിക്കണം എന്ന്. അപ്പം നിത്യാനന്ദ പ്രഭു അതെല്ലാം സ്വീകരിച്ചിട്ട് സന്തുഷ്ടനായിട്ട് അവിടെ ഇരുന്നു. എന്നിട്ടും വെളിപ്പെടുത്തിയില്ല, ഞാൻ ആരാണ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. അപ്പൊ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് സന്തുഷ്ടനായെങ്കിൽ എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ ദർശനം എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എത്രയും വേഗം നിത്യാനന്ദ പ്രഭുവിനെ കണ്ടുമുട്ടാൻ എനിക്ക് ഇടയാകണം, അതിനായിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് നിത്യാനന്ദ പ്രഭുവിനോട് തന്നെ പറയുകയും ചെയ്തു. അപ്പൊ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ശരി, നിനക്ക് താമസിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ദർശനം കിട്ടട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പം നിത്യാനന്ദ പ്രഭു തമാശയായിട്ടാണ് അത് എടുത്തത്. അപ്പൊ എന്നിട്ട് ആ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ഇദ്ദേഹം ഭക്ഷിച്ച ഉച്ഛിഷ്ടമൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി ആ ഉച്ഛിഷ്ടം എല്ലാം ഭക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആ ഭക്തിയുടെ ലഹരി അനുഭവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്തെന്നില്ലാത്ത ആനന്ദം അദ്ദേഹത്തിന് സ്വയം അനുഭവപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചു, ഇതെങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ? അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഇദ്ദേഹം ആരായിരിക്കും എന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വൈകുന്നേരമായപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങി. ഉറക്കത്തിന്റെ ഇടയിൽ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. എന്നിട്ട് അപ്പം ബ്രാഹ്മണന് വളരെയധികം സന്തോഷമായി. അപ്പൊ അടുത്ത നിമിഷം നിത്യാനന്ദ പ്രഭു ബലരാമന്റെ രൂപത്തില് കാണിച്ചു കൊടുത്തു. നിറയെ ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നു, നല്ല തിളക്കമുള്ള നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, ശരീരത്തിലെ മുഴുവൻ ആഭരണങ്ങളാണ്, നല്ല തിളക്കമുള്ള വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, തലയിൽ കിരീടം എല്ലാം ഉണ്ട്. അങ്ങനെ ബലരാമന്റെ രൂപത്തില് കാണിച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ആ ബ്രാഹ്മണൻ ദണ്ഡ നമസ്കാരം ചെയ്തു. പക്ഷെ നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ആ ബലരാമൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ആ രൂപത്തെ സ്മരിച്ചുകൊണ്ട്
ആ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടി. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി. ആ മയങ്ങിയ സമയത്ത് വീണ്ടും നിത്യാനന്ദ പ്രഭു ദർശനം കൊടുത്തു. അപ്പം ദർശനം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് എന്നിട്ടും പറയുന്നില്ല ഞാൻ നിത്യാനന്ദ പ്രഭുവാണ് എന്ന ബ്രാഹ്മണനോട് പറയുന്നില്ല. ദർശനം കൊടുത്തു, അനുഗ്രഹിക്കുകയും ചെയ്തു, വീണ്ടും അപ്രത്യക്ഷമായി. അപ്പൊ ഇദ്ദേഹം രാവിലെ ആയപ്പോൾ ഇദ്ദേഹത്തിന്റെ ചിന്ത പിന്നീട് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചിട്ടാണ്. അപ്പൊ രാവിലെ ആയപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ആ ബ്രാഹ്മണന് നിത്യാനന്ദ പ്രഭുവിനെ തലേ ദിവസം ആ കണ്ടുമുട്ടിയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സംശയമുണ്ട്, ഇദ്ദേഹമായിരുന്നു നിത്യാനന്ദ പ്രഭു എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പം അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനെ നമസ്കരിച്ചപ്പോൾ എന്നിട്ട് നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു? ആ ബ്രാഹ്മണന്റെ കൈ പിടിച്ചിട്ട് ഭഗവാനെ കുറിച്ച്, ആ പരമസത്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് നീ അന്വേഷിക്കുന്ന, നീ ദർശനം കിട്ടാൻ ആഗ്രഹിക്കുന്ന നിത്യാനന്ദ പ്രഭു ഞാൻ തന്നെയാണ് എന്ന്. അപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാൻ നല്ല കഴിവാണ് ഈ ബ്രാഹ്മണന്. അപ്പൊ ഇദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനോട് ചോദിച്ചു, തലേ ദിവസം രാത്രിയിൽ അങ്ങ് സ്വപ്നത്തിൽ എനിക്ക് ദർശനം തന്നില്ലേ? അപ്പൊ അദ്ദേഹം, അങ്ങയുടെ ശരീരത്തിൽ നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, ഇതാരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അങ്ങേക്ക് വേണ്ടിയിട്ട് എന്ന്. അപ്പം നിത്യാനന്ദ പ്രഭു പറഞ്ഞു, നീ ഇപ്പൊ അതേ കുറിച്ചിട്ടൊന്നും അറിയണ്ട. അപ്പൊ ചോദിച്ചു, നീ എന്തിനാ ചോദിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. ഞാന് ഗോവർദ്ധന ശില വെച്ചിട്ട് സ്വർണം കൊണ്ട് ശില ഉള്ളിൽ വെച്ചിട്ട് സ്വർണം കൊണ്ടൊരു ഹാരം ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനത് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ശരി, എന്റെ കഴുത്തിൽ ഞാൻ ഇട്ടിരുന്ന ആഭരണങ്ങൾ ആരാ തന്നതെന്ന് നീ ഇപ്പൊ അറിയണ്ട. നീ എനിക്ക് തരാൻ ആഗ്രഹിച്ച ആ ശില കൊണ്ടുള്ള ആഭരണം നീ ഉണ്ടാക്കി തരൂ, ഞാനത് സ്വീകരിക്കാം. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ ശില വെച്ചിട്ട് ആ ബ്രാഹ്മണന് ഒരു ഹാരം ഉണ്ടാക്കി നിത്യാനന്ദ പ്രഭുവിന് കൊടുത്തു. നിത്യാനന്ദ പ്രഭു ഉടൻ തന്നെ അത് കഴുത്തിൽ അണിയുകയും ചെയ്തു. എന്നിട്ട് ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ഈ കാര്യം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ കാര്യവും നീ എനിക്ക് ഇങ്ങനെ ഒരു മാല ഉണ്ടാക്കി തന്ന കാര്യമൊന്നും നീ പുറത്താരോടും പറയരുത്, ഇത് രഹസ്യമാക്കി വെക്കണം. നിനക്കും ഇതുപോലെ എന്നെ ആഭരണങ്ങൾ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും അലങ്കരിക്കാനും നിനക്കും അവസരം കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇത് നോക്കൂ, ആ ബ്രാഹ്മണന്റെ ഭാഗ്യം നോക്കൂ. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനെ ധ്യാനിച്ച് കഴിഞ്ഞിരുന്നതാണെങ്കിലും നിത്യാനന്ദ പ്രഭുവിനെ നേരിട്ട് ദർശനം എടുക്കാനും ആഭരണം മാല ഉണ്ടാക്കി അത് കഴുത്തിൽ അണിയിച്ചു കൊടുക്കാനും കിട്ടിയ ഭാഗ്യം നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. സാക്ഷാൽ ബ്രഹ്മാവിന് പോലും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല, ഇല്ലേ? അതാണ് ഭഗവാന്റെ ഭക്തവത്സലത എന്ന് പറയുന്നത്. ഭഗവാനെ നമ്മളുടെ മനസ്സ് ശുദ്ധമായിട്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ ദർശനം കിട്ടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ ദർശനം തരും നമുക്ക്. അപ്പം തന്റെ ഭക്തനോടുള്ള വാത്സല്യം കാരണം നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു? അവിടെ കുറച്ച് നാള് അവിടെ താമസിച്ചിട്ടാണ് ആ വൃന്ദാവനം വിട്ട് നിത്യാനന്ദ പ്രഭു മടങ്ങിപ്പോയത്. പിന്നീട് നിത്യാനന്ദ പ്രഭു വിവാഹിതനായി ഗൗരിദാസ പണ്ഡിതന്റെ 2 മക്കള്, വസുധ, ജാഹ്നവി മാത, ഈ 2 പേരെയാണ് നിത്യാനന്ദ പ്രഭു വിവാഹം കഴിച്ചത്. അതില് 2 മക്കളുണ്ട്. 2 മക്കളല്ല, കുറെ പേരുണ്ടായി. അതില് ജീവിച്ചിരുന്നത് ഗംഗാമാതയും പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പേര്, വീരഭദ്രൻ, വീരചന്ദ്രൻ എന്നും പറയും, വീരഭദ്രൻ എന്നും പറയും. ഈ 2 പേര് മാത്രമാണ് ജീവിച്ചിരുന്നത്. ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഭിരാം ഗോപാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോ ചുരുക്കി പറയാമത്. അഭിരാം ഗോപാലിനെ പറ്റി ഞാൻ പറയുന്നില്ല, അതൊക്കെ അന്ന് അഭിരാം ഗോപാലിനെ പറഞ്ഞതാണ്. അപ്പൊ അഭിരാം ഗോപാല് നിത്യാനന്ദ പ്രഭുവിന്റെ കുട്ടികൾ ഉണ്ടായി എന്നറിയുമ്പോൾ ആ കുട്ടിയെ കാണാനായിട്ട് വരും. അപ്പൊ അഭിരാം ഗോപാലിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഒരു ദണ്ടുണ്ട്. ആ ദണ്ട് വെച്ചിട്ട് ആരെ സ്പർശിച്ചാലും ശുദ്ധ ഭക്തരല്ലെങ്കിൽ അവരുടെ ശിരസ് പൊട്ടിത്തെറിക്കുക ചെയ്യുക. ഒരു കല്ലിൽ തൊട്ടാലും അത് വിഷ്ണു ശില അല്ലെങ്കിൽ ആ കല്ല് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ്.
അപ്പം അഭിരാം ഗോപാലൻ നിത്യാനന്ദ പ്രഭുവിന് ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും കാണാൻ വരും. അപ്പൊ അവരെല്ലാം മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 7 ആൺമക്കള് മരിച്ചുപോയി. അപ്പം ജാനകിമാതയ്ക്കും വസുതയ്ക്കും സങ്കടമായി. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായപ്പോ വീരഭദ്രന് ജനിച്ച ഉടനെ അഭിരാം ഗോപാൽ അറിഞ്ഞു, അദ്ദേഹം കാണാൻ വരുന്നു. അപ്പം ഗൗരിദാസ പണ്ഡിതനെ ഏർപ്പാടാക്കി. അവിടെ കടത്തുകാരനോട് പറയണം, അഭിരാം ഗോപാല് വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കടത്തി വിടരുത് എന്ന്. കടത്ത് കടന്ന് ഇക്കരയ്ക്ക് വിടരുത്. അതിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പും ചെയ്തു. അഭിരാം ഗോപാലിനെ കടവിൽ വന്നപ്പോൾ ആ വഞ്ചിക്കാരൻ പറഞ്ഞു, ഇപ്പൊ അക്കരയ്ക്ക് പോകുന്നില്ല. എന്നിപ്പോ നോക്കിയപ്പോ എന്റെ എല്ലാ വഞ്ചിയും കമഴ്ത്തിയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോ പോകുന്നില്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ നാളെ വരൂ. നാളെ ഞാൻ അക്കരയ്ക്ക് കടത്താം. പക്ഷേ അഭിരാം ഗോപാൽ അങ്ങേയറ്റം സിദ്ധിയുള്ളവനാണ്. അഭിരാം ഗോപാല് വേഗം തന്റെ തോൾമുണ്ടെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അതിന്റെ പുറത്തിരുന്ന് ഇക്കരെ എത്തിയപ്പോൾ ഗൗരിദാസ പണ്ഡിതൻ അത് അറിഞ്ഞു. ഓടി നിത്യാനന്ദ പ്രഭുവിന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയി പറഞ്ഞു, അഭിരാം ഗോപാല് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇക്കരെ കടന്നതെന്ന് അറിയില്ല. ഞാൻ കടത്തുകാരനോടൊക്കെ എല്ലാം അവിടെ ഉള്ളവരോടെല്ലാം ഏർപ്പാട് ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇക്കരെ കടന്നു ദാ വരുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും? അപ്പൊ നിത്യാനന്ദ പ്രഭുവിനാണെങ്കിൽ യാതൊരു ഭയവുമില്ല. കാരണം എന്താ? നിത്യാനന്ദ പ്രഭുവിന് അറിയാം അഭിരാം ഗോപാലൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കാരണം ആ ജനിച്ചു വീഴുന്ന ആത്മാക്കൾ ഭക്തരല്ല, അതുകൊണ്ടാണ് അവരെല്ലാം മരണപ്പെട്ടത്. ഒരു ശുദ്ധ ഭക്തനാണെങ്കിൽ ഒരിക്കലും മരണപ്പെടില്ല എന്നുള്ള ധൈര്യം ആർക്കുണ്ട്? നിത്യാനന്ദ പ്രഭുവിനുണ്ട്. അതുകൊണ്ട് അഭിരാം ഗോപാൽ വരുന്നു എന്ന് കേട്ടിട്ട് യാതൊരു ഭയവും ഉണ്ടായില്ല. പക്ഷെ ജാനകിമാതയും വസുതയും കരയാൻ തുടങ്ങി. പക്ഷെ അതൊന്നും വകവെക്കാതെ നിത്യാനന്ദ പ്രഭു അഭിരാം ഗോപാലിനെ സ്വീകരിക്കാനായിട്ട് അതിനുള്ള സാമഗ്രികൾ എടുത്തും കൊണ്ട് യാത്രയായി. അഭിരാം ഗോപാലിനെ സ്വീകരിച്ച് സങ്കീർത്തനമൊക്കെ ചെയ്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വീകരിച്ചവിടെ ഇരുത്തി. സംസാരം കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അഭിരാം ഗോപാലിന് ഭക്ഷിക്കാൻ പ്രസാദം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അഭിരാം ഗോപാൽ പറഞ്ഞു, എവിടെ കുട്ടി? നിനക്കുണ്ടായ കുട്ടി എവിടെ? ഞാനൊന്ന് കാണട്ടെ എന്ന്. അപ്പൊ അകത്ത് എല്ലാവരും കരയുകയാണ്. നിത്യാനന്ദ പ്രഭു അതൊന്നും വകവെക്കാതെ വീരചന്ദ്രനെ കൊണ്ടുവന്ന് അഭിരാം ഗോപാലിന്റെ മടിയിലിരുത്തി. അഭിരാം ഗോപാല് തന്റെ ആ ചാട്ട കൊണ്ടതിനെ സ്പർശിച്ചു. ജയമംഗൾ എന്നാണ് ആ ചാട്ടയുടെ പേര്. അത് കൊണ്ട് സ്പർശിച്ചു. പക്ഷെ ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. കാരണം വീരഭദ്രൻ ഭഗവാന്റെ തന്നെ അംശമാണ്. അപ്പൊ എല്ലാവരും സന്തോഷിച്ചു. അഭിരാം ഗോപാല് മടങ്ങി പോവുകയും ചെയ്തു. ഇങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ ലീലകൾ എന്ന് പറഞ്ഞാല് ധാരാളം ലീലകൾ നമുക്ക് ഇനിയും ഉണ്ട്. ചൈതന്യ ഭാഗവതത്തിലൊക്കെ ഇനിയും ധാരാളം ലീലകളുണ്ട്. അപ്പം നിത്യാനന്ദ പ്രഭുവിന്റെ പാദത്തിലാണെങ്കിൽ 24 അടയാളങ്ങളുണ്ട്. നമുക്കറിയാം മഹാപ്രഭുവിന്റെ പാദത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മഹാപ്രഭുവിനെ കുറിച്ച് വരുമ്പോൾ അത് പറയാം. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ തൃപ്പാദത്തില് 24 അടയാളങ്ങളാണുള്ളത്. അത് കൊഞ്ച്, പിന്നെ ആകാശം, പിന്നെ കൊടി അടയാളം, പിന്നെ കുട, മത്സ്യം, പിന്നെ പശുവിന്റെ കുളമ്പ്, താമരപ്പൂവ്, പിന്നെ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഇടിയെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബൗ, അതായത് വില്ല്, പിന്നെ ജംബൂഫലം, അതായത് റോസ് ആപ്പിൾ പറയില്ലേ, ജംബൂഫലം, പിന്നെ അങ്കുശം, ഗദ, പിന്നെ അൾട്ടർ, നമ്മൾ ഭഗവാനെയൊക്കെ വെക്കുന്ന അൾട്ടർ, ശൂലം, പിന്നെ ചന്ദ്രന്റെ പകുതി അർദ്ധ ചന്ദ്രകല, പൂവ്, പിന്നെ കലശം, വള്ളി, പിന്നെ കലപ്പ, ചക്രം, അമ്പ്, പിന്നെ കോൺ, ബാർലേഡ് കോണ്. ഇങ്ങനെ 24 അടയാളങ്ങള് നിത്യാനന്ദ പ്രഭുവിന്റെ തൃപ്പാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മള് മഹാപ്രഭുവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ നിത്യാനന്ദ പ്രഭുവിനെ നമ്മൾ വർഷിപ്പ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ കൂടാതെ നമുക്ക് മഹാപ്രഭുവിനെ കിട്ടില്ല. മഹാപ്രഭുവിന്റെ കൃപ കൂടാതെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കിട്ടില്ല. അത് തന്നെയുമല്ല, നിത്യാനന്ദ പ്രഭു ഗുരുവാണ്. നമുക്ക് ഭഗവാനെ കിട്ടണമെങ്കിൽ നമുക്ക് ഗുരുവിന്റെ മേഴ്സി വേണം. ഗുരു കൃപയില്ലാതെ നമുക്ക് ഭഗവാനെ കിട്ടില്ല. നമ്മൾക്കും ഭഗവാനും ഇടയിലുള്ള മധ്യവർത്തി അല്ലെങ്കിൽ മീഡിയേറ്റർ ആണ് ആര്? ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ആധ്യാത്മിക ഗുരു തത്വമാണ്, അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ പ്രതിനിധിയാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാര്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ദീക്ഷാ ഗുരു, അതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ആധ്യാത്മിക ഗുരുക്കന്മാരെ നമ്മൾ നിത്യാനന്ദ പ്രഭുവിനെ ആദരിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളുടെ ദീക്ഷാ ഗുരുക്കന്മാരെയും നമ്മൾ ആരാധിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സേവനത്തിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ സേവകനാണ്. ബലരാമനെ പോലെ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.